ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ കിരൺ കല്യാണി എടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, പ്രകാശിന് ഇങ്ങനെ ഹോട്ടലിൽ പോയത് മാത്രം പണി എടുത്തോണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാണ്. കല്യാണി അപ്പൊ ദീപ പറയണം, അനുഭവിക്കട്ടെ, നന്നായിട്ട് അനുഭവിക്കട്ടെ, എത്ര കിട്ടിയാലും മതിയാവില്ല, അയാൾക്ക് മാറാനുള്ള അവസരം ഒത്തിരി ഉണ്ടായിരുന്നു. എന്നിട്ട് സ്വഭാവം മാറ്റില്ലെന്ന് ഒറ്റ വാശിലാണ്. അയാളുടെ അമ്മയുടെ സ്വഭാവം വരെ മാറി, എന്നിട്ടും അയാളുടെ സ്വഭാവം മാറ്റില്ല. അയാളുടെ അമ്മ തന്നെ അയാളുടെ കാല് തല്ലി ഒടിച്ചു, എന്നിട്ടും അയാളുടെ സ്വഭാവം മാറിയോ? ഇല്ല. ഇപ്പോഴും ഒരു അവസരം കിട്ടിയ കല്യാണി മോളെ, കിരൺ മോനെ, അവൻ സ്നേഹിക്കാത്ത പെൺപിള്ളേരെ ഒക്കെ അവൻ ഇല്ലാതാക്കാൻ വേണ്ടി നടക്കുവാണ്. അയാൾ ഒരിക്കലും നന്നാവില്ല, നശിയട്ടെ എന്ന് പറഞ്ഞിട്ട് ദീപകത്തേക്ക് കയറി പോവാണ്. കല്യാണി അടുത്ത് കിരൺ പറയണ്ട, അയാൾക്ക് ഇപ്പോഴും ജീവിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് കല്യാണി. അയാൾ നല്ലൊരു മെക്കാനിക്ക്, നല്ല സൂപ്പർ മെക്കാനിക്ക്, വല്ല വർക്ക്ഷോപ്പിലും പോയി നിന്നാ നല്ല രീതിയിൽ തന്നെ അയാൾക്ക് ശമ്പളം കിട്ടും എന്ന് പറയുമ്പോ കല്യാണി പറയണ്ട്, ഇല്ല കിരണേട്ടാ, അയാൾക്ക് പഴയ പോലെയൊന്നും അല്ല, ഇനി വർക്ക്ഷോപ്പിൽ പോയി വർക്ക് ചെയ്യാനൊന്നും ഒന്നും അയാൾക്ക് സാധിക്കില്ല. എങ്കിലും ഏതെങ്കിലും കടയിൽ പൊതി കെട്ടിക്കൊടുക്കാൻ നിന്നാലും പൈസ കിട്ടുമല്ലോ കല്യാണി. അതിന് അച്ഛനും അമ്മോനും പണിയെടുക്കാൻ പറ്റില്ലല്ലോ കിരണേട്ടാ. അത് നീ പറഞ്ഞു ശരിയാ, രണ്ടുപേർക്ക് പണിയെടുക്കാൻ വലിയ താല്പര്യമില്ലല്ലോ. കൈ നനയാതെ മീൻ പിടിക്കണം, അതായത് പെട്ടെന്ന് പണക്കാരാവണം, അതാണ് അച്ഛന്റെ മോന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ കല്യാണി. എന്താ കിരണേട്ടാ? അല്ല, ജയിലിൽ നിന്ന് അയാളുടെ മകൻ ഇറങ്ങുമ്പോഴേ അയാളെ കൊല്ലാൻ പോണത് അയാളുടെ മകൻ തന്നെയായിരിക്കും, നീ നോക്കിക്കോ എന്ന് പറയണം. ശേഷം കാണിക്കുന്ന പ്രകാശനെയാണ്. അങ്ങനെ പ്രകാശം വീണ്ടും വടിയൊക്കെ കൊത്തി ആ ഫിഷ് സ്റ്റോളിൽ തന്നെ വന്നിരിക്കാട്ടോ. അപ്പൊ അവിടുത്തെ മുതലാളി ആ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ വന്നിട്ട് പ്രകാശൻ സാറേ എന്ന് പറഞ്ഞ് വിളിക്കുക. ആഹാ, ഇതാര് പ്രകാശ മുതലാളിയോ? അല്ല, എന്താണാവോ സാർ ഈ വഴിക്ക്? സാറേ കളിയാക്കല്ലേ, അല്ല നീ എവിടെയോ വലിയ ജോലി കിട്ടിയോന്നോ പൈസ തന്നോന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങിപ്പോയതല്ലേ എന്നെ കളിയാക്കിക്കൊണ്ട്? സാറേ, ഞാൻ സാറിനെ കളിയാക്കിയതല്ല, അപ്പത്തെ വിഷമത്തി ഞാൻ പറഞ്ഞു പോയതാണ്. സാറേ, വിരോധമില്ലെങ്കിൽ ഞാൻ ഇവിടെ ജോലിക്ക് നിന്നോട്ടെ. ജോലിക്കോ? നീയോ? നീ ഇവിടെ നിന്നിട്ട് വന്നിട്ട് പോയതല്ലേ, എന്ത് പറ്റി എന്ന് പറയുമ്പോ രാജപ്പൻ നിനക്ക് ഒരുപാട് പണം തന്നതല്ലേ? ഇല്ല, അതൊന്നും പണമല്ലായിരുന്നു. ഞാൻ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് പൈസ കൊടുക്കാൻ സമയത്ത് തുറന്നു നോക്കുന്ന സമയത്ത് അത് ചൊറിയണോ ആയിരുന്നു എന്ന് പറയാണ്. ഹഹ, കൊള്ളാടാ, നിനക്ക് പറ്റി തന്നെയാണ്. അതെ, നിനക്ക് പെട്ടെന്ന് പണക്കാരനാവാനല്ലേ നോക്കിയത്, നിനക്ക് അങ്ങനെ തന്നെ വേണം. കുറച്ച് ഐശ്വര്യം വരുമെന്ന് കേട്ടാ നിന്റെയൊക്കെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. സാറേ, ഞാൻ പഴയ പ്രകാശനല്ല, ആകെ മാറി. ഇപ്പൊ നല്ലത് ഏതാണ് ചീത്തത് ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകാശനാണ്. നിന്നെ ഞാൻ വിശ്വസിക്കണമെന്നോ? ഒരിക്കലും ഞാൻ നിന്നെ വിശ്വസിക്കണടാ. നിന്റെ കുടുംബക്കാര് പോലും നിന്നെ വിശ്വസിക്കുന്നില്ല, പിന്നെയല്ലേ ഒരു ബന്ധുവാതെ ഞാൻ നിന്നെ വിശ്വസിക്കാൻ പോണത്. എടാ പ്രകാശ, നിനക്ക് എന്തായാലും ഞാൻ ഇവിടെ ജോലി തരത്തില്ല. ഇവിടുന്ന് രാജപ്പ കുറച്ച് പണം തന്നു പറഞ്ഞിട്ട് ഒരു പൊതിയിൽ കുറച്ച് പൈസ തന്നെന്ന് പറഞ്ഞപ്പോ തന്നെ നിന്റെ സ്വഭാവം മാറിയ മാറ്റം ഞാൻ കണ്ടതല്ലേ. അങ്ങനെയുള്ള ഒരാളെ ഇവിടെ വെക്കാൻ താല്പര്യമില്ലടാ, നീ പോവാൻ നോക്ക്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് എന്തിനെ പറ്റോടാ. സാറേ, എനിക്ക് ശമ്പളം ഒന്നും തരണ്ട, ഭക്ഷണം മാത്രം തന്നാ മതി. നീ ഇന്നൊരു ദിവസം ഇവിടെ നിന്നതാണല്ലോ, വേണമെങ്കിൽ ആ പൈസ ഞാൻ തരാം, അല്ലാതെ ഞാൻ നിന്നോട് ജോലിക്ക് നിർത്തുന്നില്ല. സാറേ, ഞാൻ പറഞ്ഞില്ലേ, പൈസ തരണ്ട, എനിക്ക് ശമ്പളം ഒന്നും വേണ്ട, 4 നേരം ഭക്ഷണം മാത്രം തന്നാ മതി. ശരി, എന്തെങ്കിലും ആവട്ടെ, നീ എന്നാ ഒന്ന് നിക്ക്, 2-3 ദിവസം ഞാനൊന്ന് നോക്കട്ടെ, പറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിടട്ടെ. ഓ ആയിക്കോട്ടെ സാറേ, 2-3 ദിവസം ഞാൻ നിക്കാം, സാറിന് പറ്റില്ലെങ്കിൽ എന്നെ പറഞ്ഞു വിട്ടോ. ശരി, എന്നാ നിന്നോ, ഈ മീനൊക്കെ മുറിക്ക്, നീ പോയതുകൊണ്ട് ഞാനെല്ലാം ചെയ്യുമായിരുന്നു, എല്ലാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാണ്. പ്രകാശൻ അങ്ങനെ ജോലിക്ക് വീണ്ടും കേറുവാട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ്. രാഹുൽ പതുക്കെ മുറ്റത്ത് കൂടിയൊക്കെ ഇങ്ങനെ നടക്കാൻ വേണ്ടി തുടങ്ങുവാട്ടോ. ഷാരിയുടെ കൈ പിടിച്ചിട്ടാണ് ഇങ്ങനെ നടക്കണത്. ഷാരി ഇങ്ങനെ കൈ പിടിച്ചിട്ട് താങ്ങ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇതിലാണ് രാഹുൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ. ഷാരി പറയണു, ചെറുപ്പത്തിലെ പിള്ളേര് പിച്ച് വെച്ച് തുടങ്ങുമ്പോഴേക്കും അമ്മമാർ ഇതുപോലെ കൈ പിടിച്ചടത്താറുണ്ട്, അതുപോലെ ഞാനിപ്പോ കൈ പിടിച്ചടത്തണത്. നിങ്ങൾ കൈ പിടിച്ച് വളർത്തിയ നിങ്ങളുടെ അനന്തരവനുണ്ടല്ലോ, അവൻ തന്നെയാ നിങ്ങളുടെ നട്ടല് തല്ലി ഒടിച്ചത്. അതേടി, ഞാൻ അവന്റെ കൈ പിടിച്ച് നടത്തി, അവനെ വളർത്തി വലുതാക്കിയ സത്യം പറഞ്ഞ ഞാനാ. എന്നിട്ട് അവൻ തന്നെ എന്റെ മുട്ടുകാലും അതുപോലെ തന്നെ മുതുകൊക്കെ തല്ലി ഒടിച്ചു. അതൊക്കെ ഞാൻ ചെയ്തത് എന്തിനാന്നറിയാവോ? എന്റെ മോളെ അവൻ കല്യാണം കഴിക്കുന്ന വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞാൻ അവളെ അത്രമാത്രം സ്നേഹിച്ചു വളർത്തിയത്. എന്നിട്ട് അവൻ എന്നെ ചെയ്തത് കണ്ടില്ലേ? അതെ മനുഷ്യ, നിങ്ങൾ ആലോചിക്കണമായിരുന്നു, അവൻ ഒരിക്കലും നിങ്ങളുടെ മകളെ പോലത്തെ വൃത്തികെട്ട ചിന്താഗതിയുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കില്ല. കാരണം അവന് കല്യാണം എന്ന് വെച്ചാൽ ജീവനാണ്. ഈ ജന്മത്തിൽ മാത്രമല്ല, ഇനിയുള്ള ജന്മത്തിലും അവനെ കല്യാണം മതി എന്ന് പറഞ്ഞ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് അവൻ. അപ്പോഴാണ് അവളെ കൊന്നിട്ട് നിങ്ങളുടെ മകളെ കൊണ്ട് നിങ്ങൾ കെട്ടിക്കാൻ നോക്കണത്. അവൻ സമ്മതിക്കോ? ഒരിക്കലും ഇല്ല. നിങ്ങളുടെ ജീവനെങ്കിലും കുറച്ച് ബാക്കി വെച്ചത് ഭാഗ്യം വിചാരിക്കേ. ഇനിയിപ്പോ അവന്റെ കയ്യിൽ തല്ലൊന്നും കൊള്ളാതെ ഈ മൂലക്കങ്ങ് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നശിഞ്ഞു. ഇനിയിപ്പോ അവരുടെ ജീവിതം കുളം തൊണ്ടാ പോവണ്ട, അവരുടെ ജീവിതം കുളം തൊണ്ടാ പോകണമെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ നശിന് തുടങ്ങണത് എന്നിങ്ങനെ ഷാരി പറഞ്ഞോണ്ടിരിക്കേ കിരണും കല്യാണിയും അങ്ങോട്ടേക്ക് വരുവാട്ടോ. ദേ വരുന്നുണ്ട് രണ്ടും കൂട്ട്, നിങ്ങളുടെ നടു തല്ലി ഓടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് ഷാരി പറയുന്നുണ്ട്. അങ്ങനെ കിരണും കല്യാണി രാഹുലിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുവാണ്. കിരൺ രാഹുലിനെ ശരിക്കും നോക്കുന്നുണ്ട്.
എന്നിട്ട് പറയുന്നുണ്ട്, ആഹാ നിങ്ങൾ നടക്കാനൊക്കെ തുടങ്ങിയോ? ഹോ, നിങ്ങളെ തല്ലിയിട്ടപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ കുറച്ചുനാള് അതേ കിടപ്പ് കിടക്കുമെന്ന്. മോനെ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ നടക്കണത്. നിന്നെ ഒരുപാട് എടുത്തു വളർത്തിയതല്ലേടാ ഞാൻ. നിന്നെ എന്തുമാത്രം സ്നേഹിച്ച നോക്കിയത്. എന്റെ കൈ പിടിച്ച നീ പിച്ച വെച്ച് നടന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. സോണി അങ്ങനെ തന്നെയാണ് എന്ന് പറയുമ്പോഴേക്കും മുകളിൽ നിന്നിട്ട് സരിയു ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവര് സരിയുവിനെ കാണുന്നില്ല. സരിയു ഇവരുടെ സംസാരം കേൾക്കാൻ വേണ്ടി മുകളിൽ ഇങ്ങനെ നിൽക്കുവാണ്, ടെറസിന്റെ മുകളില്. അപ്പൊ കിരൺ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്റെ കൈ പിടിച്ച് നടത്തിയത്? എനിക്കൊരു അച്ഛൻ ഉണ്ടായിരുന്നല്ലോ. എന്റെ അച്ഛനും അമ്മേനെ അകറ്റിയിട്ടല്ലേ നിങ്ങൾ എന്റെ കൈ പിടിച്ച് നടത്തിയത് മനഃപൂർവ്വം. അതെന്തിനു വേണ്ട? നിങ്ങളുടെ മോളെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ. അത്ര വൃത്തികെട്ടുള്ള സ്വഭാവമുള്ളവളെ ഞാൻ കെട്ടില്ലായിരുന്നു. നിങ്ങളെ വിചാരിക്കും കല്യാണം വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മോളെ കെട്ടുമായിരിക്കുമെന്ന്. ഒരിക്കലും ഇല്ല. കല്യാണം എന്റെ ജീവിതത്തിൽ വന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ മകളെ പോലത്തെ ഒരു സാധനത്തിന് ഞാൻ ജീവിതത്തിൽ കെട്ടത്തേ ഇല്ലായിരുന്നു എന്ന് പറയാണ്. ശേഷം കിരൺ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെ നട്ടല് ചവിട്ടി തകർക്കാനൊന്നും വരില്ല എന്ന് പറയുമ്പോ കല്യാണി പറയണ്ട്, അതെ കിരണേട്ടാ, ഇനി ഇവരൊന്നും ചെയ്യാൻ പോകുന്നില്ല കിരണേട്ടാ. നിങ്ങൾ കണ്ടില്ലേ രൂപം എന്ന് പറയുമ്പോ ഷാനി പറയണ്ട, അതേ മോളെ കല്യാണി, ഇനി അദ്ദേഹത്തെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്ത് സാധിക്കാനാ? നിങ്ങൾക്കൊരു മരുമകനുണ്ട്. അവനെ വൃത്തികെട്ടവനാണെന്നിട്ട് അറിഞ്ഞിട്ട് ഞങ്ങളിവിടെ പിടിച്ചു നിർത്തിക്കണം എന്തിനെന്നറിയാവോ? നിങ്ങളുടെ ജീവിതം നശിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കണമെങ്കിൽ നിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അവന്റെ പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കണത്. നിങ്ങളുടെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയാൽ ആഗ്രഹിച്ച പോലെ തന്നെ. മനോഹർ നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ എടുത്തോണ്ട് പോയോ? ഇച്ചിരിയെങ്കിലും ബാക്കിയുണ്ടോ എന്നൊക്കെ കിരൺ കളിയാക്കി ചോദിക്കുകയാണ്. അത് കേട്ട് ഷാരിയും രാഹുൽ ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ. മര്യാദയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ എടുത്തുനിന്ന് ഷാരിയുടെ അടുത്തും കിരണും കരുണയും കൂടെ അവിടെ നിന്ന് പോകുവാണ്. രാഹുലോട് ഷാരി പറഞ്ഞ, കേട്ടില്ലേ, വയറ് നിറഞ്ഞില്ലേ, അകത്തെങ്ങാനും പോയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ബാക്കിയുള്ള ജീവനും കൂടി അവൻ എടുത്തിട്ട് പോകും എന്ന് പറഞ്ഞിട്ട് ഷാരി രാഹുലിനെ വിളിച്ചിട്ട് അകത്തേക്ക് പോവാട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് സരിയു മനസ്സ് വിചാരിക്കുകയാണ്, എല്ലാവരും എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. അവൻ പറഞ്ഞതിന്റെ അർത്ഥം എന്തായിരിക്കും? എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഇതിനുള്ളിൽ എന്ന് സരിയുവിനെ മനസ്സിലാവണം. സരിയു റൂമിലിരിക്കുന്ന സമയത്ത് ഷാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മോളെ സരിയു, എന്താ? മോളുടെ ആഭരണങ്ങളും സ്വർണങ്ങളും പണമൊക്കെ മനോഹറിനെ കൊടുത്തായിരുന്നു. കൊടുത്തായിരുന്നു. അതിനിപ്പോ നിങ്ങൾക്ക് എന്താ? മോളെ സത്യമാണ് മോള് പറഞ്ഞത്. മോളുടെ സ്വർണവും പണമൊക്കെ ആ മനോഹറിനെ കൊടുത്തോ? മോള് കൊടുത്തു എന്നല്ല ഞാൻ പറഞ്ഞത്. മോളെ എന്തിനാടി നീ കൊടുത്തത്? നിനക്ക് ആകെയുള്ള സമ്പാദ്യം അതല്ലേ? എനിക്കെന്തിനാ അത്? എനിക്ക് എന്റെ മനുവേട്ടനില്ലേ? അതെ, മനുവേട്ടൻ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അമേരിക്കയിൽ പോകാനായിട്ട്. എന്നെ കാണിച്ചു ചെയ്ത്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ പോകും. പോയാൽ നിനക്ക് കൊള്ളാം. നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല മോളെ, നിന്റെ ജീവിതത്തെ കുറിച്ച് അയച്ചിട്ട് അമ്മക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഷാരി അവിടുന്ന് പോവാട്ടോ. ഷാരി പോയി കഴിയുമ്പോഴേക്കും സരിയും മനസ്സ് വിചാരിക്കുകയാണ്, ഇവർക്കും എന്റെ അച്ഛനും ഒക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു മനുവേട്ടന്. പിന്നീട് രണ്ടുപേരും പതുക്കെ മനുവേട്ടനെ വെറുക്കാൻ തുടങ്ങി. പല ആൾക്കാരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ. പക്ഷെ ആ കിരണും കല്യാണം ഉണ്ടല്ലോ, അവരധികം അങ്ങോട്ട് ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കേണ്ട. അവർക്കുള്ള പണി ഇപ്പൊ തന്നെ കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് സരിയു നേരെ പോണത് കിരണിന്റെയും കല്യാണിന്റെയും വീട്ടിലേക്കാട്ടോ. അപ്പോഴും കിരണും കല്യാണിയും അവിടുന്ന് സൈറ്റിലേക്ക് പോയി കഴിഞ്ഞായിരുന്നു. ദീപയും അതുപോലെ തന്നെ നമ്മുടെ താരയും മാത്രമുള്ളൂ. അപ്പൊ താര പുറകുവശത്ത് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ദീപ വരുന്നുണ്ട്. ആ താര, നീ എന്തിനാ ഈ ജോലിയൊക്കെ എടുക്കണത്? നിന്നെ കൊണ്ട് ജോലി എടുപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടാ കിരണും കല്യാണിയും പോയിരിക്കണം. അപ്പൊ നീ ഇവിടുത്തെ ജോലിയൊക്കെ എടുക്കുക. നിനക്കൊരു വിചാരമുണ്ട് നീ ഇവിടുത്തെ ജോലി വേലക്കാരത്തിയായിട്ടാ നീ നിക്കണേന്ന്. അതുകൊണ്ട് ഇവിടുത്തെ ജോലിയൊക്കെ നീ ചെയ്യുന്നത്. ഒന്നുമില്ലെന്ന് താര ആക്ഷൻ കാണിക്കുമ്പോ വേണ്ട, നീ ഇവിടുത്തെ ജോലിക്കാരില്ല. ഞാൻ ആദ്യം തന്നെ പറയാം, മിഷ്യത്തിലിട്ടൂടെ തുണിയൊക്കെ നിനക്ക്? മിഷ്യത്തിലിട്ടാ ശരിയാവില്ലെന്ന് താര ആക്ഷൻ കാണിക്കാണ്. അത് ശരിയാണ്, ചില തുണികൾ നമ്മൾ കൈയിട്ട് തന്നെ അലക്കണം. അതിനിവിടെ ഒരു ശാന്ത ചേച്ചി നമ്മൾ വെച്ചിട്ടില്ലേ? വേലക്ക് ചെറിയ ചെറിയ പണികളൊക്കെ അവരെടുത്തോളും. എന്തിനാ താര നീ ഇവിടുത്തെ വേലക്കാരത്തിയല്ല, ഇവിടുത്തെ വീട്ടുകാരി തന്നെയാണ്. നീ ഇവിടെ നിൽക്കേണ്ടവളാണ്. എന്നെയും തന്നെ ഒരു അവകാശം നിനക്കും ഈ വീട്ടിലുണ്ട്. അങ്ങനെ ഞങ്ങൾ കാണുന്നത്. നീ മര്യാദയ്ക്ക് വരാൻ നോക്ക് എന്ന് പറയുമ്പോ താര പറയുന്നുണ്ട്, ഇച്ചിരി തുണിയോടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവര് സംസാരിച്ചുകൊണ്ടിരിക്കാട്ടോ. അപ്പൊ നമ്മുടെ സരി പുറകെ കൂടി വരുന്നുണ്ട്. രണ്ടും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്നെ പറ്റിയ അവസരം. കിരണും കല്യാണിയില്ല. മുൻവശത്തെ വാതിൽ ചിലപ്പോ തുറന്നിട്ടുണ്ടാവും. പതുക്കെ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് സരി മുന്നിൽ കൂടി തന്നെയാട്ടോ കേറുന്നത്. അങ്ങനെ സരി നേരെ പോണത് കിരണിന്റെയും കല്യാണിന്റെ ബെഡ്റൂമിലേക്കാണ്. അവിടെ നമ്മുടെ കല്ലുമോൻ ആകെ മാറിയട്ടോ. കല്ലുമോൻ ഇപ്പൊ പഴയ കല്ലുമോനല്ല, ഒന്നും കൂടി ചെറിയ കൊച്ചിനെയാണ് കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നത്. അതാണ് നമ്മൾ സരിയുടെ കുഞ്ഞാണെന്ന് തെറ്റിദ്ധരിച്ചേട്ടോ. അത് സരിയുടെ കുഞ്ഞല്ല, കല്യാണിയുടെ കിരണിന്റെയും കുഞ്ഞ് കല്ലുമോൻ തന്നെയാണ്. അങ്ങനെ കല്ലുമോന്റെ അടുത്തേക്ക് സരി പോകുവാണിട്ട് പറയുന്നുണ്ട്, എടാ നിന്നെ പോലത്തെ ഒരു കുഞ്ഞ് എനിക്കും ഉണ്ട്. എനിക്ക് നിന്നോട് ഒരു വൈരാഗ്യവും ഇല്ല. പക്ഷെ നിന്റെ അച്ഛനും അമ്മടുത്തും എനിക്ക് വൈരാഗ്യമുണ്ട്. അതുകൊണ്ട് ഇന്നിത് മരണ വീടാക്കിയേ എനിക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ നിന്നെ അങ്ങോട്ട് എടുക്കുവാടാ എന്ന് പറഞ്ഞിട്ട് സരി കുരി അടുത്തേക്ക് ഇങ്ങനെ പോകുന്ന ഭാഗത്തോട് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. എന്തായാലും നാളത്തെ എപ്പിസോഡ് സൂപ്പർ ആയിരിക്കും. ഒന്നില്ലെങ്കിൽ നമ്മുടെ അമ്മുമ്മ അല്ലെങ്കിൽ പ്രകാശൻ അങ്ങനെ ആരെങ്കിലൊക്കെ വന്നാൽ കുഞ്ഞിനെ രക്ഷിക്കുമെന്നാണ് തോന്നുന്നത്. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.